നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. അർണോൾഡ് ഷ്വാസ്നഗർ ജീവിത വിജയത്തിൻ്റെ പര്യായം ചാപ്റ്റർ 20 ലാസ്റ്റ് ആക്ഷൻ ഹീറോ. 1991 ടെർമിനേറ്റർ 2 വൻ വിജയം. ആ സമയത്ത് തന്നെ മറ്റൊരു സന്തോഷകരമായ അനുഭവം കൂടി വരുന്നു. രണ്ടാമത്തെ മകൾ ജനിക്കുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് സ്വല്പം കഷ്ടകാലത്തിൻ്റെ സമയമായിരുന്നു. 92 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ജോർജ് ബുഷിനെ തോൽപ്പിച്ച് ബിൽ ക്ലിൻ്റൺ അധികാരത്തിലെത്തുന്നു. ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത ഉടനെ തന്നെ അർണോൾഡിനെ അമേരിക്കൻ സ്റ്റേറ്റ് ഹെൽത്ത് സെക്രട്ടറി വിളിക്കുന്നു. പ്രസിഡൻഷ്യൽ ഫിറ്റ്നസ് കൗൺസിലിൻ്റെ ചെയർമാൻഷിപ്പ് രാജിവെക്കണം എന്നതാണ് ആവശ്യം. കാരണം ജോർജ് ബുഷിന് വേണ്ടി ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുത്ത ഒരാൾ ക്ലിൻ്റൻ്റെ കൗൺസിലിൽ ആവശ്യമില്ല എന്നൊരു തീരുമാനം. ഉടനെ തന്നെ അദ്ദേഹം രാജി സമർപ്പിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറേ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള രൂപരേഖകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ ഫിറ്റ്നസ് പ്രൊമോഷന് വേണ്ടി അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലും സന്ദർശിച്ചു. അവിടെയെല്ലാം പ്രത്യേകിച്ച് പല സ്കൂളുകളിലും അവയർനെസ് ക്ലാസ്സുകൾ നടത്തി. ആ സമയത്ത് തന്നെ അദ്ദേഹം മനസ്സിലാക്കിയൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അമേരിക്കയിലെ സ്കൂൾ കുട്ടികളുടെയും കൗമാരക്കാരുടെയൊക്കെ ഒരവസ്ഥ. സ്കൂളിൽ നിന്ന് 3 മണിക്ക് ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് പലപ്പോഴും വീട്ടിലെത്തുന്നില്ല സമയത്തിന്. പ്രധാനപ്പെട്ട കാരണം വീട്ടിലാരും കാണൂല. മുതിർന്നവരെല്ലാം ജോലിക്ക് പോകുന്നവരായിരിക്കും. അവർ വളരെ വൈകിയേ വീട്ടിൽ വരുള്ളൂ. ഈ സമയത്ത് ഈ കുട്ടികൾക്ക് ആരുടെയും കെയർ ഇല്ല. അധ്യാപകരാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് അവരുടെ വഴിക്ക് പോകുന്നു. കുട്ടികൾ ഈ രീതിയിൽ നടക്കുമ്പോൾ പല ക്രിമിനൽ ഗാങ്സിലും അകപ്പെടുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ആൽക്കഹോളും ഡ്രഗ്സും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പല കുട്ടികളും വളരെ മോശമായൊരവസ്ഥയിലേക്ക് മാറുന്നു. വീട്ടിലതൊക്കെ അറിഞ്ഞാൽ പോലും ആരും കെയർ ചെയ്യുന്നില്ല. ഒന്ന്, അവിടെ കുട്ടികൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. കുട്ടികളെ ശിക്ഷിക്കാനൊക്കെ പല ലിമിറ്റ്സും പേരൻസിനുണ്ട്. മറ്റൊരു കാര്യം, ഈ താഴേക്കിടയിലുള്ള പല കുട്ടികളുടെയും പാരൻസും ഇത്തരം ഗാങ്സിലൊക്കെ പ്രവർത്തിച്ചവരായിരിക്കാം. ചിലപ്പോൾ അപ്പോഴും പ്രവർത്തിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ അതൊന്നും അവർ കെയർ ചെയ്യുന്നേ ഇല്ല. ഇത് മുൻകൂട്ടി കണ്ട് 1970 കാലഘട്ടത്തിൽ തന്നെ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരു വ്യക്തിയെ അദ്ദേഹം പരിചയപ്പെട്ടു. ഡെന്നി ഹെർണാണ്ടസ് എന്ന ഒരു എക്സ് നേവി ഓഫീസർ. അദ്ദേഹം ഇത്തരം കുട്ടികൾക്ക് വേണ്ടി ലോസ് ആഞ്ചലസിൽ ഒരു പ്രത്യേക സ്ഥാപനം നടത്തുന്നുണ്ട്. ഒരു 25 ഏക്കറോളം വിസ്താരമുള്ള ഒരു പ്രദേശത്ത് കുട്ടികൾക്ക് പല സ്പോർട്സിനുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ജിംനേഷ്യവും അത്തരം സിസ്റ്റങ്ങളുമൊക്കെ ആയി ഒരു സംവിധാനം. അവിടേക്ക് നല്ല രീതിയിൽ പല കുട്ടികളും വരുന്നുണ്ട്. ആ വരുന്നവർ പിന്നെ വഴിതെറ്റി പോവില്ല. കാരണം അവർക്കൊരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം വരെയുണ്ട്. ഈ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാത്തവരാണല്ലോ പല വഴിക്കായിട്ട് പോകുന്നത്. അങ്ങനെ കുട്ടികൾക്കൊരു ലക്ഷ്യബോധം, ഒന്നുകിൽ ഒരു നല്ല സ്പോർട്സ്മാൻ ആവുക, അല്ലെങ്കിൽ അവർക്കുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക. ഇത് പലപ്പോഴും വീട്ടിലും അതുപോലെ അടുപ്പമുള്ള പലരും പല നല്ല കുട്ടികളെയും നിരുത്സാഹപ്പെടുത്തുന്ന പല സംഭവങ്ങളുമുണ്ട്. എന്തെങ്കിലും ഒരു പാട്ട് പാടുന്നവൻ്റെ അടുത്ത് പറയും, നീയൊക്കെ പാടിയിട്ട് ഇപ്പം എന്താവാനാ? ഡാൻസ് ചെയ്യുന്നതിൻ്റെ അടുത്ത് പറയും, പിന്നെ നീ ഡാൻസ് ചെയ്തിട്ടാണല്ലോ. ഈ രീതിയിൽ നിരുത്സാഹപ്പെടുത്തുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട്. അത്തരം ഒരു സമീപനം മാറ്റി കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സിസ്റ്റം, അതായിരുന്നു അദ്ദേഹം മെയിനായിട്ട് അവിടെ നടപ്പിലാക്കിയിരുന്നത്. അർണോൾഡ് ഇതിനെക്കുറിച്ച് അറിഞ്ഞു, അദ്ദേഹത്തെ സന്ദർശിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സഹായങ്ങളെല്ലാം അർണോൾഡ് ചെയ്തു കൊടുക്കുകയാണ്. അതുവരെ ഇതിനുള്ള പ്രധാന സാമ്പത്തിക സഹായം കൊടുത്തിരുന്നത് അവിടെയുള്ള ചില വൻകിട ബിസിനസ്സുകാരായിരുന്നു. അർണോൾഡും അത്തരം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സംരംഭത്തിന് വേണ്ട സാമ്പത്തികമായ സഹായങ്ങളും അതുകൂടാതെ കുട്ടികൾക്കുള്ള പല മോട്ടിവേഷൻ ക്ലാസ്സുകളും
കുട്ടികളോട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ഞാൻ ജനിച്ച നാട്ടിൽ നിന്ന് അമേരിക്ക എന്ന് പറയുന്ന ഈ അവസരങ്ങളുടെ രാജ്യത്തേക്ക് എത്തുക എന്നുള്ളത് കുട്ടിക്കാലത്ത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഞാനത് നേടി. ഇവിടെ എത്തി. ഞാൻ വിചാരിച്ച രീതിയിലേക്ക് ഞാൻ വളർന്നു. ഞാൻ പ്രവർത്തിച്ച ഫീൽഡുകളിലൊക്കെ ഞാൻ ടോപ്പ് ലെവലിൽ വന്നു. അതുപോലെ ആവാനാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് എന്നെപ്പോലൊരു ബോഡി ബിൽഡർ ആവാം, അല്ലെങ്കിൽ ഒരു നല്ല ബാസ്കറ്റ്ബോൾ പ്ലെയർ ആവാം, അല്ലെങ്കിൽ ഒരു നല്ല ബോക്സിംഗ് ചാമ്പ്യൻ ആവാം. അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ. വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആവാം. പക്ഷേ എനിക്കത് പറ്റില്ല. കാരണം അർണോൾഡ് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരാളല്ലാത്തതുകൊണ്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷന് മത്സരിക്കാനുള്ള അനുവാദം അമേരിക്കൻ ഭരണഘടന പ്രകാരം ഇല്ല. ഈ രീതിയിൽ കുട്ടികൾക്ക് ആ സെൻട്രലിൽ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ഇത്തരം സെന്ററുകൾ അമേരിക്കയിൽ മുഴുവൻ, ഇപ്പോൾ ലോസ് ആഞ്ചലസിൽ മാത്രമല്ലേ ഉള്ളൂ, അമേരിക്കയിൽ മുഴുവൻ സ്ഥാപിക്കണം എന്നുള്ള ഒരു ചിന്തയുമായി നടക്കുന്ന സമയത്താണ് ഫിറ്റ്നസ് കൗൺസിലിൻ്റെ ചെയർമാൻഷിപ്പ് നഷ്ടപ്പെടുന്നത്. ഏതായാലും തൻ്റെതായ രീതിയിൽ അത്തരമൊരു പ്രവർത്തനം ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. 93 സമ്മർ വെക്കേഷനിൽ അടുത്ത ഒരു തിരിച്ചടി സിനിമാ മേഖലയിൽ നിന്ന് കിട്ടി. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ലാസ്റ്റ് ആക്ഷൻ ഹീറോ റിലീസായി. പക്ഷേ അതേ ഡേറ്റിൽ തന്നെ അമേരിക്കയിൽ മറ്റൊരു സിനിമയും കൂടി റിലീസായി. സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ജുറാസിക് പാർക്ക്. ലോകം കണ്ട ഒരു പ്രത്യേകതരം സിനിമ. സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിലേക്ക് ഒഴുകി. അർണോൾഡിൻ്റെ സിനിമയുടെ ടിക്കറ്റ് കളക്ഷൻ കുറഞ്ഞു. സാധാരണ ഒരു സിനിമ പരാജയപ്പെടുന്നതും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ പരാജയപ്പെടുന്നതും വളരെയധികം വ്യത്യസ്തമാണ്. ഒരു സാധാരണ നടൻ അഭിനയിച്ച സിനിമ പരാജയപ്പെട്ടാൽ പലരെയും കുറ്റം പറയും. നടനെ ആയിരിക്കില്ല കുറ്റം പറയുക, സംവിധായകൻ ശരിയല്ല, കഥ എഴുതിയാൽ ശരിയല്ല, അങ്ങനെയൊക്കെയാണ് സിനിമ പരാജയപ്പെടുന്നതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയാണെങ്കിൽ കുറ്റം സൂപ്പർ സ്റ്റാറിനാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ. മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ പിന്നെ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ രീതിയിൽ ഹോളിവുഡിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു ഉയർന്നു നിൽക്കുന്ന താരം പരാജയപ്പെടുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണല്ലോ. അതുകൊണ്ട് തന്നെ പത്രങ്ങൾ അർണോൾഡിനെതിരെ പലതും എഴുതാൻ തുടങ്ങി. അതിൽ ദ വെറൈറ്റി എന്ന ഒരു പത്രത്തിൽ വിചിത്രമായ രീതിയിലായിരുന്നു ഹെഡിങ്, അർണോൾഡിനെ സ്പിൽബർഗിൻ്റെ പല്ലികൾ വിഴുങ്ങി. അതുകൂടാതെ മറ്റു ചില പത്രങ്ങളിൽ വേറൊരു രീതിയിൽ അർണോൾഡ് യുഗം അവസാനിക്കുന്നു. വേറെ ചില ന്യൂസ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അമേരിക്ക വയലൻസിനോട് വിട പറയുന്നു, അതുകൊണ്ട് ആക്ഷൻ സിനിമകൾ പരാജയപ്പെടുന്നു. ആകെ ഒരു സിനിമയെ പരാജയപ്പെട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും വന്ന വാർത്തകളാണ്. പരാജയം ആഘോഷിക്കുകയാണ് എല്ലാവരും, അർണോൾഡിൻ്റെ പരാജയം. ഒപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളും ഈ അവസരം മുതലെടുക്കുകയാണ്. ക്ലിൻ്റൻ്റെ ഭരണത്തിന് കീഴിൽ ഇനി വയലൻസ് ഇല്ല. കേട്ടാൽ തോന്നും ഇനി അങ്ങോട്ട് ആക്ഷൻ സിനിമയെ വിജയിക്കില്ല എന്നുള്ള രീതിയിലുള്ള തലവാചകങ്ങൾ പത്രങ്ങളിലും അതേപോലെ മറ്റ് ന്യൂസ് മാധ്യമങ്ങളിലും ഒക്കെ വരികയാണ്. ശരിയായ പരാജയ കാരണം ആരും വിലയിരുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ സംഭവിച്ചത് കോനാൻ ദ ഡിസ്ട്രോയറുടെ പരാജയം പോലെ ഒരു പരാജയമായിരുന്നു ഇതും. ആക്ഷൻ രംഗങ്ങളിൽ ഒരു മിതത്വം വരുത്തി കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമ എത്തിക്കാൻ. ആക്ഷൻ സിനിമകൾ കാണുന്നവരെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് തന്നെയാണ് സിനിമ പരാജയപ്പെടാനുള്ള പ്രധാന കാരണവും. അത് അർണോൾഡ് സംവിധായകനോട് തുടക്കത്തിലെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. പക്ഷേ സംവിധായകൻ പറയുന്ന രീതിയിലല്ലേ ഒരു നടൻ അഭിനയിക്കാൻ പറ്റുള്ളൂ. മെറിയ അദ്ദേഹത്തിന് ഈ രണ്ട് സമയത്തും ഫിറ്റ്നസ് കൗൺസിൽ ചെയർമാൻഷിപ്പ് രാജിവെക്കുമ്പോഴും ഈ സിനിമയുടെ പരാജയത്തിനും ഫുൾ സപ്പോർട്ടായിരുന്നു. രാഷ്ട്രീയമായിട്ട് അവർ ഭിന്ന ചേരികളിലാണെങ്കിലും കുടുംബത്തിലൊരിക്കലും അത്തരം ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം അവർക്കിടയിലില്ല. മെറിയ പറഞ്ഞു, വിജയങ്ങൾ മാത്രമല്ല പരാജയങ്ങളും ഉണ്ടാവും. അർണോൾഡിനും അറിയാം. കാരണം ആദ്യമായിട്ട് അമേരിക്കയിൽ എത്തിയ സമയത്ത് തന്നെ ഒരു പരാജയം നേരിട്ടുകൊണ്ടാണ് തുടക്കം. 1968 ഫ്രാങ്ക് സെയിനിനോട് മിസ്റ്റർ യൂണിവേഴ്സ് മത്സരത്തിൽ പരാജയപ്പെട്ടുകൊണ്ടാണല്ലോ അമേരിക്കയിലെ തുടക്കം തന്നെ. 1992 തന്നെ ഇതിനിടയിൽ ലോസ് ആഞ്ചലസിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ആ സമയത്ത് ഹെർണാണ്ടസിൻ്റെ യൂത്ത് സെൻറ്റർ ഒരുപാട് കുട്ടികളുടെ പ്രൊട്ടക്ടറായി മാറി.
കാരണം ആ കലാപത്തിൻ്റെ കാരണം അടിസ്ഥാനപരമായി കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള കറുത്ത വർഗ്ഗക്കാരനായ ഒരു ഡ്രൈവർ ട്രാഫിക് സിഗ്നൽ വയലേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. അയാളെ ഒരു പോലീസുകാരൻ തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. അത് കേസായി. പക്ഷെ അവസാനം കോടതി പോലീസുകാരനെ വെറുതെ വിട്ടു. ആ കോടതി വിധിക്കെതിരെ തുടങ്ങിയ ഒരു ബഹളം വൻ കലാപമായി മാറി. ഏകദേശം 20ഓളം ആൾക്കാർ ആ കലാപത്തിൽ കൊല്ലപ്പെട്ടു. ആ സമയത്ത് കുട്ടികളെ ഈ കലാപത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അർണോൾഡും ഹെർണാണ്ടസും ഒരുപാട് പണിപ്പെട്ടു. അവർ കുട്ടികളെ വീട്ടിലേക്ക് പോലും പറഞ്ഞയക്കാതെ അതിൻ്റെ അകത്ത് തന്നെ താമസിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. കാരണം മിക്കവാറും വീട്ടിലാരും കാണുമല്ലോ, എല്ലാവരും കലാപത്തിന് ഇറങ്ങിയിരിക്കുകയാണ്, വലിയവരൊക്കെ കലാപത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഒപ്പം പോലീസും അക്കാര്യത്തിൽ ഒരുപാട് സഹായിച്ചു. പോലീസ് വഴിയിൽ കാണുന്ന കുട്ടികളെ മുഴുവൻ ഈ യൂത്ത് സെൻ്ററിലേക്ക് അയക്കാൻ തുടങ്ങി. സാധാരണഗതിയിൽ അവരുടെ നടപടി കോടതിയിൽ ഹാജരാക്കുക, എന്നിട്ട് ഏതെങ്കിലും കുട്ടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രത്തിലെത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതി മാറ്റി കോടതിയിലൊന്നും ഹാജരാക്കാതെ നേരെ ഈ സെൻറ്ററിലേക്ക് അയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. കാരണം അന്ന് ആ സ്ഥാപനം അത്രയധികം വിശ്വാസ്യത നേടിയിരുന്നു. അങ്ങനെ അവസാനം കലാപമെല്ലാം ഒരുവിധം അവസാനിച്ച ശേഷമാണ് അർണോൾഡും ഹെർണാണ്ടസും ആ കുട്ടികളെല്ലാം പിന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ സമയത്ത് അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. 1993 തുടക്കത്തിൽ ട്രൂ ലൈറ്റ്സ്. ചർച്ചകളെല്ലാം കഴിഞ്ഞു. ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്തിനിടയിൽ വ്യക്തിജീവിതത്തിൽ ഒരു സന്തോഷകരമായ സംഭവം ഉണ്ടാവുകയാണ്. മറിയ 3ാമത്തെ കുട്ടിയെ പ്രസവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 3 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്തു. വാഷിങ്ടണിലെ വീട്ടിൽ വെച്ച് മറിയ പ്രസവിക്കുന്നു. ആൺകുട്ടി, പേര് പാട്രിക്. അതിനുശേഷം കുടുംബം ഒന്നിച്ച് ഷൂട്ടിംഗ് ക്യാമ്പിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഷൂട്ടിംഗ് എല്ലാം അത് പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. വാഷിങ്ടൺ, ന്യൂയോർക്ക്, അങ്ങനെ പല വലിയ സിറ്റികളിലും ട്രൂ ലൈറ്റ്സിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രംഗങ്ങളും ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുന്ന ഒരവസ്ഥയായിരുന്നു ആ സിനിമയിൽ. അത്തരം ഷൂട്ടിങ്ങിനിടയിലുള്ള ഒരു വൻ അപകടം, ഒരു 90 അടി ഹൈറ്റുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ വെച്ച് നടക്കുന്ന ഒരു ഫൈറ്റിനിടയിൽ അർണോൾഡ് സഞ്ചരിച്ചിരുന്ന കുതിരപ്പുറത്തേക്ക് ഒരു ക്യാമറ സ്റ്റാൻഡോടെ മറിഞ്ഞു വീണു. കുതിര ആകെ ഭയപ്പെട്ട് ഓടി. അത് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി. താഴെ ഒരു പ്ലാറ്റ്ഫോം സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിലാണ് വീഴുന്നത്. ആ സമയത്ത് അർണോൾഡ് നിരത്തി കിടക്കുകയാണ്. കുതിര അവിടെ വെപ്രാളപ്പെട്ട് ഓടുകയാണ്. ഏത് നിമിഷവും കുതിരയുടെ ചവിട്ടേറ്റ് മരിക്കാം എന്നുള്ള ഒരവസ്ഥ. അതല്ലെങ്കിൽ കുതിര തൊഴിച്ച് താഴേക്ക് എറിയാം. പക്ഷെ അതിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ വളരെ പെട്ടെന്ന് ആക്റ്റീവായി. അയാൾ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടി ഒരുവിധം ആ കുതിരയെ പിടിച്ച് നിർത്തി. ജോവൽ ക്രാമർ എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രം അർണോൾഡ് കൂടുതൽ അപകടങ്ങളൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു. അവർ പിന്നീട് വലിയ സുഹൃത്തുക്കളായി മാറി. അതുവരെ സിനിമയിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വ്യക്തിപരമായി നല്ല സുഹൃത്തുക്കളായി അവർ മാറി. ട്രൂ ലൈറ്റ്സിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്ത് ഒരു ക്യൂബൻ സന്ദർശനം. ക്യൂബയിൽ സാധാരണഗതിയിൽ അമേരിക്കക്കാർക്ക് പ്രവേശനാനുമതി കൊടുക്കാറില്ല. തിരിച്ചും പാരമ്പര്യമായിട്ട് ശത്രുതയിലുള്ള 2 രാജ്യങ്ങളാണ്. പക്ഷെ മറിയയ്ക്ക് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പോകാം. മറിയ ഫിഡൽ കാസ്ട്രോയുമായിട്ട് ഒരു ഇൻ്റർവ്യൂ തീരുമാനിച്ചിരിക്കുകയാണ് അവരുടെ TV കമ്പനിക്ക് വേണ്ടി. പോകുമ്പോൾ കുടുംബത്തെയും കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. അങ്ങനെ ഒരു ക്യൂബൻ സന്ദർശനം നടത്തി. ക്യൂബയിൽ മറിയ ഔദ്യോഗിക ജോലികൾക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിരുന്നത് അവിടെയുള്ള പല ഫാക്ടറികളും സന്ദർശിക്കുക എന്നായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, ക്യൂബയുടെ പ്രധാന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിഗാഴ്സാണ്. പുകയില ഉൽപ്പന്നങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന സാധനമാണ് സിഗാർ. അത്തരം പല ഫാക്ടറികളും സന്ദർശിക്കേണ്ടായി. ആ സമയത്ത് തിരിച്ച് US-ലെത്തി യൂത്ത് സെൻ്ററിൻ്റെ പ്രവർത്തനത്തിൽ കൂടുതൽ സജീവമായി. 94 തുടക്കത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പോർട്സ് മീറ്റ് നടത്തി. ഒപ്പം അറ്റ്ലാന്റയിൽ
ഒരു യൂത്ത് സെൻറ്റർ ആ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. അതുകൂടാതെ കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. സ്പോർട്സ് കൂടാതെ പിയാനോ തുടങ്ങിയ ഉപകരണങ്ങൾക്കുള്ള ക്ലാസ്സുകൾ, ചിത്രരചന പരിശീലനം, സംഗീത പരിശീലനം, അങ്ങനെ 94 സമ്മർ വെക്കേഷൻ ടൈമിൽ ട്രൂ ലൈസ് റിലീസാകുന്നു. ലാസ്റ്റ് ആക്ഷൻ ഹീറോയിലേറ്റ കളങ്കങ്ങളെല്ലാം മായ്ച്ച് ആ വർഷത്തെ നമ്പർ 1 ഹിറ്റ് സിനിമയായി ട്രൂ ലൈസ് മാറുന്നു. അർണോൾഡിൻ്റെ യുഗം അവസാനിച്ചിട്ടില്ല എന്ന് ഒന്നുകൂടി തെളിയിച്ചുകൊണ്ട്